ഹായ് ഹലോ വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡൈസിനെ പറ്റിയാണ് അല്ലെ. കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈ എന്തൊക്കെയാണ്, അപ്പൊ ഡൈയിൽ നിന്ന് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. നോക്കാം. അപ്പൊ ആദ്യം ഡൈസിനെ പറ്റി പഠിക്കുമ്പോ എന്താ ബേസിക്സ് ആയിട്ട് ഡൈ എന്ന് നമുക്കറിയണം അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എന്താ ഡൈ എന്ന് നമുക്കറിയണം. ഓക്കെ, ഒരു ഡൈ എങ്ങനെ ഇരിക്കും? ഇതാ നമ്മുടെ ഒരു ഡൈ എന്ന് പറയുന്നത് അല്ലെ. ഇതേ ഷേപ്പിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ ഡൈ. എന്തുപോലെ ഇരിക്കും? ക്യൂബ്. ക്യൂബ് ഷേപ്പിൽ ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ഡൈ എന്ന് പറയുന്നത്. ഈ ഡൈയില് എത്ര ഫേസ് ഉണ്ട് അറിയണമല്ലോ. എത്ര ഫേസ് ഉണ്ട്? മൊത്തം ഇത് 1, താഴെ 2, സൈഡില് 3, ഈ സൈഡില് 4, ഫ്രണ്ടില് 5, ബാക്കില് 6. അങ്ങനെ ടോട്ടൽ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്സ് ഉണ്ട് അല്ലെ. 6 സൈഡ്സ്. ബേസിക്സ് ആണ് ഒരു ഡൈയില് മൊത്തം അല്ലെ. നമ്മൾ ഏണിയും പാമ്പും കളിക്കില്ലേ? ഏണിയും പാമ്പ് കളിക്കുമ്പോൾ നമ്മൾ കുലുക്കി കട്ടയിട്ടില്ലേ? അപ്പൊ അതിൽ എത്ര ഫേസ് ഉണ്ട്? അതിൽ മൊത്തം 6 ഫേസ് ഉണ്ട് അല്ലെ. ഓരോ ഫേസിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കും അല്ലെ. 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് കൊടുക്കും. ഏതില്? ഡൈസിൽ ആണല്ലോ. അപ്പൊ മൊത്തം 6 സൈഡ്സ് ഉണ്ട് അറിയാം. പിന്നെ എത്രയുണ്ട് ഇവിടെ? എത്ര കോർണേഴ്സ് ഉണ്ട്? ഇതിനെയാണ് നമ്മൾ കോർണേഴ്സ് എന്ന് പറയുക. 1, 2, 3, 4. മുകളിൽ 4 കോർണേഴ്സ്, അതുപോലെ താഴെ 4 കോർണേഴ്സ്. അപ്പോ ടോട്ടൽ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. കോർണേഴ്സ് ടോട്ടൽ 6 സൈഡ്സ് ഉണ്ട്, അതുപോലെ 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ ഇതിനെ പറയുന്ന പേരെന്താ? ഇതെന്തുവാ? ഇതെന്ന് പറയുന്നത് അതിന്റെ എഡ്ജസ് ആണ്. അതിന്റെ എന്താണ്? എഡ്ജസ് ആണ്. എഡ്ജസ് എന്ന് പറയും. എഡ്ജ്, എഡ്ജ് അല്ലെ. വക്ക്, മലയാളത്തിൽ വക്കുകൾ എന്ന് പറയും. അപ്പൊ ടോട്ടൽ എത്ര വക്കുകളുണ്ട് ഒരു ക്യൂബിന്? ടോട്ടൽ എത്ര വക്കുകളുണ്ട്? മുകളില് ഇതുപോലെ 4 വക്കുകളുണ്ട്, താഴെയും അതുപോലെ 4 വക്കുകളുണ്ട് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ 4 ഉണ്ട്. അപ്പൊ ടോട്ടൽ മൊത്തം എത്ര വക്കുകളുണ്ട്? മൊത്തം 12 എഡ്ജസ് ഉണ്ട്. ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഒരു ക്യൂബിനെ പറ്റി അറിയുക. കാരണം ക്യൂബ് തന്നെയാണ് എന്ത്? ഡൈ എന്ന് പറയുന്ന ആള്. അപ്പൊ ക്യൂബിനെ പറ്റി അറിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആയിട്ട് അറിയുക. മൊത്തം എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്, 12 എഡ്ജസ് ഉണ്ട് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്യൂബിലേക്ക് ഒന്നും കൂടെ ഒന്ന് ഡീപ്പ് ആയിട്ട് പോവുകയാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള നമ്മുടെ ക്യൂബിലേക്ക് ഒന്ന് പോവുകയാണ്. നോക്കാലോ. അപ്പൊ നമ്മുടെ ക്യൂബിൽ വരുമ്പോ വീണ്ടും ഞാനൊരു ക്യൂബ് വരയ്ക്കുകയാണ്. ഇതാ നമ്മുടെ ഒരു ക്യൂബ്. സിക്സ് സൈഡുള്ള ഒരു ക്യൂബ്. നമ്മൾ ഒരു ക്യൂബ് കാണുമ്പോ നമുക്ക് അറ്റ് എ ടൈം ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു ക്യൂബിന്റെ എത്ര സൈഡ് വിസിബിൾ ആയിരിക്കും? അറ്റ് എ ടൈം ഒരു ക്യൂബിന്റെ എത്ര സൈഡ് വിസിബിൾ ആയിരിക്കും? ഇതിലിപ്പോ ഇങ്ങനെ ഞാനൊരു ക്യൂബ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലിപ്പോ വിസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഫേസ് എനിക്ക് വിസിബിൾ ആയിരിക്കും ആണല്ലോ. ഈ ഒരു ഫേസ് എനിക്ക് വിസിബിൾ ആയിരിക്കും. അതുപോലെ ഈ ടോപ്പിലുള്ള ഈ ഒരു ഫേസ് എനിക്ക് വിസിബിൾ ആയിരിക്കും. പിന്നെന്താ? ഈ സൈഡിലുള്ള ഒരു ഫേസ് വിസിബിൾ ആയിരിക്കും. കണ്ടോ? ഇത് വിസിബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിലുള്ള 3 സൈഡുകൾ മാറുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിസിബിൾ ആയിട്ടുള്ള എത്ര സൈഡേ ഉള്ളൂ? 3 സൈഡേ ഉള്ളൂ ആണ്. അപ്പൊ ഞാൻ 3 സൈഡ് വിസിബിൾ ആക്കി ഞാൻ വരയ്ക്കുക ഒരു ഡൈ. ഒരു ഡൈ അല്ലെ. ഒരു ഡൈ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും, ശരിയല്ലേ? എന്റെ ഒരു ഡൈ എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ ഇരിക്കും. ഇതിൽ അറ്റ് എ ടൈം എനിക്ക് എത്ര സൈഡ് കാണാൻ പറ്റും? അറ്റ് എ ടൈം എനിക്ക് 3 സൈഡേ കാണാൻ പറ്റും. ടോപ്പ്, ബോട്ടം കാണാൻ പറ്റില്ല. ഈ 2 സൈഡുകൾ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വിസിബിൾ ആയിട്ടുള്ളത് എത്ര വരെ ഉള്ളൂ? വിസിബിലിറ്റി എന്ന് പറയുന്നതിന്റെ 3 സൈഡ്സേ ഉള്ളൂ. എന്റെ വിസിബിൾ ആയിട്ടുള്ള ഭാഗം അറ്റ് എ ടൈം വിസിബിൾ ആയിട്ടുള്ള 3 സൈഡ്സ്. അപ്പോ നമുക്ക് ചോദ്യം തരുമ്പോഴും അവർ എത്ര സൈഡ് വിസിബിൾ ആക്കി തരുള്ളൂ? 3 സൈഡേ വിസിബിൾ ആക്കി തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 സൈഡ് വിസിബിൾ ആകുമ്പോ 3 സൈഡ് നമുക്ക് വിസിബിൾ അല്ലല്ലോ, ഹൈഡ് ആയിട്ടിരിക്കണ്ടേ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കൊരു നമ്പർ ഉണ്ട് 1, ഇവിടെ ഒരു 2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. നമ്മൾ ഡൈസിൽ നോർമലായിട്ട് കൊടുക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? നോർമലായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഡൈയില് 1,
2 3 4 5 6. ഇതല്ലേ നമുക്കുള്ള ഒരു ഡൈസിലെ നമ്പർ 1 2 3 4 5 6. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പറുള്ള ഡൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സാധാരണ ഒരു ഡൈയില് എത്ര നമ്പറേ ഉള്ളൂ? 6 നമ്പറേ ഉള്ളൂ അല്ലെ, 1 തൊട്ട് 6 വരെ. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എവിടെയും ചോദിക്കുക, എക്സാം സമയത്ത് ചോദിക്കുക. പിന്നെ കുറച്ച് പാറ്റേൺ വരുന്ന ഡൈസ് ഉണ്ട്. അപ്പൊ അത് പാറ്റേൺ വരുന്ന ഡൈസ് അത് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് ഡൈന്റെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ ഏതാ ഇതുപോലത്തെ ഡൈ. അപ്പൊ ഇതിന് 3 സൈഡ് എനിക്ക് വിസിബിൾ ആണ്, ആണല്ലോ? ആണ്. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഞാനൊരു ഡൈയും കൂടെ വരയ്ക്കാം. ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഈ ടോപ്പ് ഭാഗം ഒന്ന് ഒരു സൈഡാണ്. ടോപ്പ് ഭാഗം കാണാമെങ്കിൽ അറ്റ് എ ടൈം എനിക്ക് ബോട്ടം ഭാഗം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഹൈഡ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഈ ഭാഗം എന്തായിരിക്കും? ഹൈഡ് ആയിട്ടായിരിക്കും. അപ്പൊ എവന്റെ ഓപ്പോസിറ്റ്, ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാ? 2 ആണ്. കറക്റ്റ് അല്ലേ? ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാണ്? 2 എന്ന് പറയുന്ന സൈഡാ. അപ്പൊ ഇത് സൈഡിലുള്ള ഈ 3 ആണ്. ഇത് സൈഡിലുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടെ സൈഡിലുള്ള ഇതാ. അപ്പൊ 3ന് ഓപ്പോസിറ്റ് ഉള്ള ഭാഗം 4. 1ന് ഓപ്പോസിറ്റ് 2, 3ന് ഓപ്പോസിറ്റ് 4. അടുത്ത് ഫ്രണ്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം അല്ലെ. ഫ്രണ്ടിന് ബാക്ക് വരുന്നത് ഈ ബാക്കിലുള്ള ഈ ഭാഗം. അപ്പൊ ഈ 4ന് ഓപ്പോസിറ്റ് വരുന്നത് 5 ആണ്. കറക്റ്റ് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മുടെ 6 സൈഡ് പോകുന്നേ? എവൻ ഓപ്പോസിറ്റ് എവൻ, എവൻ ഓപ്പോസിറ്റ് എവൻ, എവൻ ഓപ്പോസിറ്റ് എവൻ. ആണല്ലോ? കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ അപ്പൊ ഇത് 5ന് ഓപ്പോസിറ്റ് ഇവിടെ 6 സൈഡായി അല്ലെ. 6 സൈഡ് ഓപ്പോസിറ്റ് അറിയാലോ. ടോപ്പിന്റെ ഓപ്പോസിറ്റ് വരുന്ന ബാക്കിലാണ്. 3ന്റെ ഓപ്പോസിറ്റ് വരുന്ന അല്ലെ. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ സൈഡിലാണ്. ഈ 2 എന്ന് പറയുന്ന ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ സൈഡിലാണ്. അറിയാലോ? 1ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അവിടെ അടിയിൽ നിന്നായിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളവന്മാരെ കണ്ടുപിടിക്കാനായിരിക്കും ഇതിന്റെ മുക്കാൽ ഭാഗം ചോദ്യം. ഒരു 90% ഓഫ് ചോദ്യവും നമുക്ക് തരുന്ന 90% ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് തന്നെയായിരിക്കും? ഇതുപോലെ ഒരു ഡൈ ഉണ്ടെങ്കിൽ 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്. അപ്പൊ അവന്മാരുടെ ഓപ്പോസിറ്റ് എടുക്കാനായിട്ട് അല്ലെ, ഹൈഡ് ആക്കിയിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ 90% ഓഫ് ക്വസ്റ്റ്യൻസ്. നോക്കാമല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറെ ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യട്ടെ നോക്കാം. ഇവിടെ വരുമ്പോ വീണ്ടും ഒരു ഡൈ വരയ്ക്കാം. ഒരു ഡൈ നമുക്കറിയാം ഈ ഭാഗത്തിന് ഓപ്പോസിറ്റ് ആണ് അടിയിലുള്ള, ടോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് അടിയിലുള്ള. 1ന് ഓപ്പോസിറ്റ് ആണ് 2. ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ്, ഇത് ഈ സൈഡിന് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്ന ഈ സൈഡ്. 3ന് ഓപ്പോസിറ്റ് ആണ് ഇവിടത്തെ 4. അടുത്ത് 5ന് ഓപ്പോസിറ്റ് ആണ് ഇവിടത്തെ 6. ആരൊക്കെയാ ഓപ്പോസിറ്റ് എന്നറിയാം. ഇതിന് ഓപ്പോസിറ്റ് അവൻ, ഇവൻ ഓപ്പോസിറ്റ് അവൻ, എവൻ ഓപ്പോസിറ്റ് അവൻ. ടോപ്പ് കാണാമെങ്കിൽ ഒരിക്കലും ബോട്ടം കാണാൻ പറ്റില്ല. 1 കാണാമെങ്കിൽ എനിക്ക് 2 കാണാൻ പറ്റില്ല. 3 കാണാൻ പറ്റുമെങ്കിൽ 4 കാണാൻ എനിക്ക് പറ്റില്ല. 5 കാണാനെങ്കിൽ എനിക്ക് 6 കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ 6 കാണാമെങ്കിൽ എനിക്ക് 5 കാണാൻ പറ്റില്ല. എനിക്ക് അറ്റ് എ ടൈം ഒരാളെ കാണാൻ പറ്റും. 1 കാണാൻ പറ്റുമെങ്കിൽ 2 പറ്റില്ല. 5 കാണാൻ പറ്റുമെങ്കിൽ 6 കാണാൻ പറ്റില്ല. 4 കാണാൻ പറ്റുമെങ്കിൽ 3 കാണാൻ പറ്റില്ല. അപ്പൊ 3 സൈഡ് വിസിബിൾ ആയിരിക്കും, 3 സൈഡ് ഹൈഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓക്കെയാണ്, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ 3 സൈഡേ കാണുള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളവരെ കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ചോദ്യം. ഇതാണെങ്കിൽ അവന്റെ ഓപ്പോസിറ്റ് അവനാണ്, അവനെ കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ചോദ്യങ്ങളൊക്കെ വന്ന് കിടക്കുക. അപ്പൊ അതിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ടൈപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതില് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഓക്കെ, ക്ലോസ്ഡും 2 ഓപ്പൺ ഡൈ അല്ലെ. ക്ലോസ്ഡ് ഡൈയും അതുപോലെ എന്തുണ്ട്, ഓപ്പൺ ഡൈ. ഓക്കെ, ക്ലോസ്ഡ് ഡൈസും ഓപ്പൺ ഡൈസും. ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ഈ ക്ലോസ്ഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെ ഇരിക്കും? നമ്മുടെ സാധാ ഒരു ഡൈ പോലെ ഇരിക്കും അല്ലെ. സാധാ നമ്മുടെ ഒരു ഡൈ ആണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ. ഇതുപോലെ ഇരിക്കുന്ന ഡൈ ആണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ. ഓപ്പൺ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡൈ നമ്മൾ ഇങ്ങനെ ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ നിങ്ങൾ തുറന്നു വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ഇരിക്കും അല്ലെ. 6 ഫേസ് ഉള്ള ഒരു രൂപം. ഇതിപ്പോ ഒരു ഫേസാണ്. ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈ അല്ലെ. മൊത്തം എത്ര ഫേസ് ഉണ്ട്? 6 ഉണ്ട്. 1 2 3 4
5, 6 മൊത്തം 6 ഉണ്ട് അല്ലെ. അപ്പോ ഇതുപോലെ തുറന്നു വെച്ചിരിക്കുന്നത് ആ രണ്ട് ടൈപ്പ്, ഒന്ന് ക്ലോസ്ഡ് ഡൈയും രണ്ടാമത്തത് ഓപ്പൺ ഡൈയും. അപ്പോ ക്ലോസ്ഡ് ഡൈയിൽ നിന്നും ചോദ്യം ഉണ്ടാവും, ഓപ്പൺ ഡൈയിൽ നിന്നും ചോദ്യം ഉണ്ടാവും. നോക്കാം. അപ്പൊ അതിന് ക്ലോസ്ഡ് ഡൈ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഏതാ? ക്ലോസ്ഡ് ഡൈ. ഓപ്പൺ ഡൈയും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാ ടൈപ്പും പഠിക്കേണ്ടി വരും. ഓക്കെ, നോക്കാം ക്ലോസ്ഡ് ഡൈ. അപ്പൊ എന്താ ക്ലോസ്ഡ് ഡൈസ് എന്ന് നോക്കാം. ക്ലോസ്ഡ് ഡൈ വരുമ്പോ ക്ലോസ്ഡ് ഡൈ പറയാം. ഓക്കെ, ഇതാ നമ്മുടെ ഡൈ. ഇതില് ക്ലോസ്ഡിലാണ് പറയുന്നത്, ക്ലോസ്ഡ്. അപ്പൊ നമുക്ക് ആദ്യമുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഡൈ ആണ്. ഈ ക്ലോസ്ഡില് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡൈ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡൈ ഉണ്ട്, നോൺ സ്റ്റാൻഡേർഡ് ഉണ്ട്. നോൺ സ്റ്റാൻഡേർഡ്, നോൺ സ്റ്റാൻഡേർഡ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡൈ ഉണ്ട്, ഒന്ന് നോൺ സ്റ്റാൻഡേർഡ് ഡൈ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡൈ എപ്പോഴും എക്സാമിൽ ചോദിക്കാൻ പോകുന്നില്ല, സാധാരണ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന സാധാരണ ഒരു ഡൈസ് ആണ് സ്റ്റാൻഡേർഡ് ഡൈ. നോൺ സ്റ്റാൻഡേർഡ് ഡൈ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ളത് നോൺ സ്റ്റാൻഡേർഡ് ഡൈ ആയിരിക്കും. അപ്പൊ എന്താ സ്റ്റാൻഡേർഡ് ഡൈ എന്നറിയണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡൈ വരുമ്പോ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇത് പറയുന്നത് ഞാൻ സ്റ്റാൻഡേർഡ് ഡൈനെ കുറിച്ചാണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഈ 3 നമ്പർ ഇവിടെ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? അതുപോലെ 2ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 3ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? അതാണ് നമുക്ക് വേണ്ടത്. സ്റ്റാൻഡേർഡ് ഡൈയിലാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡൈന്റെ കേസാണ്. 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഒരു സ്റ്റാൻഡേർഡ് ഡൈ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ്, ഒരു സ്റ്റാൻഡേർഡ് ഡൈയില് ഓപ്പോസിറ്റിന്റെ സം എടുക്കുമ്പോൾ, ഓപ്പോസിറ്റ് ഉള്ളവരുടെ സം എടുക്കുമ്പോൾ എത്ര കിട്ടണം? 7 കിട്ടണം. ഓപ്പോസിറ്റിന്റെ സം എടുക്കുമ്പോൾ 7 കിട്ടണം. അതായിരിക്കും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ ഡിജിറ്റ്സ്. മുകളിൽ 1 ആണെങ്കിൽ താഴെ ആരായിരിക്കും? സം 7 കിട്ടണമെങ്കിൽ താഴെ 6 ആയിരിക്കും. 1ന്റെ ഓപ്പോസിറ്റ് ഈസ് ഓൾവേസ് 6. 2ന്റെ ഓപ്പോസിറ്റ് ഈസ് ഓൾവേസ് 5. 3ന്റെ ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് 4. ക്ലിയർ? ഓപ്പോസിറ്റ് 1ന്റെ ഓപ്പോസിറ്റ് 6, 2ന്റെ ഓപ്പോസിറ്റ് 5, 3ന്റെ ഓപ്പോസിറ്റ് 4. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഡൈസ്. സ്റ്റാൻഡേർഡ്. അപ്പൊ നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, ഇതുപോലെ അല്ലാത്ത സാധനം നോൺ സ്റ്റാൻഡേർഡ് ഡൈസ്. അപ്പൊ നമുക്ക് നോൺ സ്റ്റാൻഡേർഡ് നമുക്ക് രണ്ടാമത് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഡൈസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലെ. സ്റ്റാൻഡേർഡ് ഡൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗം, കാരണം നമുക്ക് ഇന്ന ആൾക്കാർ അവിടെ വരുന്നത് നമുക്ക് അറിയാം ഓൾറെഡി അല്ലെ. അപ്പൊ ഞാൻ വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ഡൈനെ കുറിച്ച് വരികയാണ്. നോക്കാം അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡൈ എങ്ങനെയാണ്. ഓക്കെ, ഇവിടെ 2, 3, 1. അപ്പൊ ഇങ്ങനെ എന്റെ ഒരു ഡൈ വന്ന് കിടക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡൈ ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ which is opposite to 2, which is opposite to 2. 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 2ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? കൂട്ടുമ്പോ 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാ? ഓപ്പോസിറ്റ് ടു 2 എന്ന് പറയുന്നത് 5 ആയിരിക്കും. ക്ലിയർ? ഓപ്പോസിറ്റ് ടു 3, ഓപ്പോസിറ്റ് ടു 3, 3ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 3ന്റെ ഓപ്പോസിറ്റ് കൂട്ടുമ്പോൾ എത്ര കിട്ടണമെങ്കിൽ 4 ആയിരിക്കും. ഓപ്പോസിറ്റ് ടു 1 എങ്ങനെ ഇരുന്നാലും ഓപ്പോസിറ്റ് ടു 1 ആരായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, ഇത് ഓപ്പോസിറ്റാ. അടുത്ത് adjacent to 2, adjacent to 2. 2ന്റെ adjacent ഉള്ളത് ആരൊക്കെയായിരിക്കും? 2ന്റെ adjacent ഉള്ളത് ആരൊക്കെയായിരിക്കും? ഇതാണ് അടുത്ത ടൈപ്പ്. 2ന്റെ adjacent. 2ന്റെ adjacent ആരൊക്കെയാ? ഇതില് 1 ഉണ്ട്, 3 ഉണ്ട്. ഉറപ്പായിട്ട് 1 ഉണ്ട്, 3 ഉണ്ട്. കാരണം 1ഉം 3ഉം അടുത്തെടുത്താ. പിന്നെ ഈ സൈഡിലുള്ളവനും ഈ സൈഡിനും അഡ്ജസന്റ് അല്ലേ? അഡ്ജസന്റ് അല്ലാത്ത ഒരേ ഒരാളെ ഉള്ളൂ ബോട്ടമില്. ഇവന്റെ ഓപ്പോസിറ്റ് ഉള്ള ആള് മാത്രമേ അഡ്ജസന്റ് അല്ലാത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2ന്റെ ഓപ്പോസിറ്റ് വരേണ്ടതായ 2ന്റെ ഓപ്പോസിറ്റ് 5 ആണ് വരേണ്ടത് അല്ലെ. 2ന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉള്ള ആളായാണ് 5 ആണ്.
5 ആണ് ഉള്ളത്. അപ്പൊ 5 മാത്രം എന്തിൽ വരില്ല? അഡ്ജസെന്റിൽ വരില്ല. എന്തില്? 5 മാത്രം അഡ്ജസെന്റിൽ വരില്ല. ബാക്കി എല്ലാരും വരും. 1 3 4 6. It is adjacent to 2. Adjacent to 1. 1ന്റെ അഡ്ജസെന്റ് ആരാണ്? 1ന്റെ അഡ്ജസെന്റ് എന്ന് പറയുമ്പോ ആരൊക്കെ ആയിരിക്കും? 1ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നവൻ 6 ആണ്. അപ്പൊ 6 ഒഴിച്ച് ബാക്കി എല്ലാരും 2 3 4 5. അതുപോലെ അഡ്ജസെന്റ് ടു 6. 6ന്റെ അഡ്ജസെന്റ് ആരാണ്? 6ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആള് 1 ആണ്. 6ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ബാക്കി എല്ലാരും അഡ്ജസെന്റ് ആയിരിക്കും. ആരാ? 2 3 4 5. ഇതുപോലെ നമുക്ക് ഏതിന്റെ വേണമെങ്കിലും അഡ്ജസെന്റ് കണ്ടുപിടിച്ചൂടെ? പക്ഷെ ഇത് എന്ത് ടൈപ്പിലാ? സ്റ്റാൻഡേർഡ് ഡൈസിൽ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ഡൈസിൽ മാത്രം ഇതുപോലെ ആണല്ലോ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡൈസിന്റെ ചോദ്യം വളരെ കുറവായിരിക്കും. എക്സാമിന് ചോദിക്കുന്ന ഏതായിരിക്കും? നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് എപ്പോഴും നിങ്ങൾക്ക് എക്സാം സമയത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതല്ല ചോദിക്കുന്നത്. ഏതാ എക്സാം സമയത്ത് ചോദിക്കുന്നത്? നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത് ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് പഠിക്കേണ്ടത് എന്തുവാ? നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് ആണ് നമുക്ക് രണ്ടാമത് നോക്കേണ്ടത്. നോക്കാം എന്താ നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന്. രണ്ടാമത്തെ നോൺ സ്റ്റാൻഡേർഡ് ഡൈസ്. ഈ നോൺ സ്റ്റാൻഡേർഡ് ഡൈസിൽ ഒന്നാമത്തെ ടൈപ്പ് വരുന്നത് 2 ഡൈസ് ഉണ്ട്. ഓക്കെ, 2 ഡൈസ് ഉണ്ട്. ഇവിടെ ഒരു ഡൈസ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ഡൈസ് ഉണ്ട്. ഇതില് ഒരു ഫേസ് സെയിം ആയിരിക്കും. ഒരു ഫേസ് സെയിം ആണെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന ഒന്നാമത്തെ ടൈപ്പ്. ഒരു ഫേസ് വെൻ വൺ ഫേസ് ഈസ് സെയിം. വെൻ വൺ ഫേസ് ഈസ് സെയിം. ഒരു ഫേസ് സെയിം ആണ്. ഒരു ഫേസ് സെയിം ആണെങ്കിൽ ഇപ്പൊ ഇവിടെ 1 2 5. ഇവിടെ വരുമ്പോ 1 4 6. Only one face is same. ഏത് ഫേസാ? 1 തന്നെയാണ്. എന്താ? 1 തന്നെയാണ്. വേറെ ഏതെങ്കിലും വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു വൺ ഫേസ് ഈസ് സെയിം, അത് സെയിം സൈഡിൽ തന്നെ ആയിരിക്കും അല്ലെ? ഇവിടെ തന്നെ മുകളിലാണെങ്കിൽ മുകളിലായിരിക്കും, ഇവിടെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും. ഏതാണോ അത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എല്ലാവരുടെയും ഓപ്പോസിറ്റ് ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. when one face is same, ഓപ്പോസിറ്റ് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. 1 സെയിം തന്നെയാണ് ആണല്ലോ, അതും സെയിം സൈഡിൽ തന്നെയാണ് അവന്മാര് വരുന്നത്. അങ്ങനെയെങ്കിൽ യവന തുല്യം യവനായിരിക്കും, യവന തുല്യം യവനായിരിക്കും അല്ലെ? എന്നുവെച്ചാൽ അവന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ, 1 സെയിം ആണെങ്കിൽ 4 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 4 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 5 ഓപ്പോസിറ്റ് 6 ആയിരിക്കും. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 1 ഓപ്പോസിറ്റ് ആരായിരിക്കും? ഇനി ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഇനി 1 ഓപ്പോസിറ്റ് വരാനായിട്ട് ഇനി 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3 ആയിരിക്കും 1 ഓപ്പോസിറ്റ്. ക്ലിയർ? ഈസ് ക്ലിയർ? ഓക്കെ ആവുന്നുണ്ടോ? സെയിം, ഒരു സൈഡ് സെയിം ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഡൈസ് ഉണ്ട് അല്ലെ? ബാക്കി 2 പേരുണ്ട് അല്ലെ? 2 പേരുണ്ട്, 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരാള് സെയിം ആണെങ്കിൽ യവന് തുല്യം ഈ ഫേസ് ആയിരിക്കും, യവന് തുല്യം ഈ ഫേസ് ആയിരിക്കും. ഈസ് ക്ലിയർ? ഒരു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ്. ഇനി ഒരാള് സെയിം ആണ്, പക്ഷെ അതെവിടെ വരും? ഒരാൾ സെയിം ആണ്, പക്ഷെ അത് 2 ഫേസിലായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നോക്കാം. ആദ്യത്തെ ഓക്കെ, നമ്മുടെ 2 ഡൈസ് ഉണ്ട് അല്ലെ? 2 ഡൈസ് ഉണ്ട് ഇവിടെ. ഇതില് ഇവിടെ 1 3 4, ഇവിടെ 1 5 2. ഇങ്ങനെ 2 ഡൈസ് വന്ന് കിടക്കുന്നത് ആണല്ലോ. ആണ്. അപ്പൊ
എത്ര ഫേസാ സെയിം ആയിട്ടുള്ളത്? ഒരേ ഒരു ഫേസ്, ഏതാ? ഒന്ന് മാത്രം. ഓക്കെ, പക്ഷേ ടോപ്പിലാണോ? അല്ല. നേരത്തെ സെയിം പോലെയാണോ? ഇവിടെയാണോ? ഇല്ല. ഒന്ന് മുകളിലും ഒരാൾ താഴെ. സെയിം ആണെങ്കിൽ നേരത്തെ പോലെ നമുക്ക് സെയിം ആയിട്ട് എടുക്കാം അല്ലെ? ഓപ്പോസിറ്റ് ഉള്ളവരെ കണ്ടുപിടിക്കാം. നമുക്ക് ഇതിൽ വേണ്ടത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാ വേണ്ടേ. അപ്പൊ ഇതിൽ എങ്ങനെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്ന? ഒന്നുണ്ടടാ, സെയിം ആണ് എങ്കിൽ, പക്ഷെ ഒരു നമ്പർ സെയിം ആണ്, പക്ഷെ അവന്മാര് ഓർഡർ മാറിയാണ് കിടക്കുന്നതെങ്കിൽ അവന്മാരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുക. ആദ്യത്തെ ആളെ ക്ലോക്ക് വൈസിൽ എഴുതുമ്പോ 1, ബാക്കി ആരാ? 3, 4. രണ്ടാമത്തെ ആളെ ഒന്നിൽ വെച്ച് ക്ലോക്ക് വൈസിൽ എഴുതുമ്പോ 1, 5, 2. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 3 ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 4 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി മിച്ചമുള്ള ആരാ? 1 ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 6 ആയിരിക്കും. ഇസ് ക്ലിയർ? 1 ഓപ്പോസിറ്റ് 6 ആയിരിക്കും, 3 ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 2 ഓപ്പോസിറ്റ് 4 ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ആക്കിയാൽ മതി അല്ലെ? ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇവിടെ 1 നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ആണ്. ഒരാളെ എടുക്കുക, ഓപ്പോസിറ്റിൽ കറക്കുക. ഈസി. പ്രശ്നം ഇല്ല, ഒരു പ്രശ്നമില്ല. അടുത്തതല്ലേ? ഒന്നും കൂടെ ഒരാളെ കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് അടുത്തതിലോട്ട് പോകാം അല്ലെ? ഇത് നമ്മുടെ ഡൈസ് 5, 3, 1. ഇവിടെ അടുത്ത ഡൈസ് ഉണ്ട്. ഇവിടെ വരുമ്പോ ഇവിടെ നമ്മുടെ 3, 4, 6. എത്ര നമ്പറാ സെയിം? ഒരേ ഒരു നമ്പറാ സെയിം. ഏതാ? 3 സെയിം ആണ്. അപ്പൊ ഇവന്മാരുടെ ഓപ്പോസിറ്റ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോ 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്, ചിലപ്പോ 4ന്റെ ഓപ്പോസിറ്റ് ആരാണ്, ചിലപ്പോ 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്, അങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്റ്റും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലെ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 3 കഴിഞ്ഞാൽ 5, 1. ഇവിടെ 3 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറക്കി. 3 കഴിഞ്ഞാൽ ബാക്കി ആരാ? 6, 4. കറക്കുമ്പോൾ ബാക്കി ആരാ? നോക്കി, ഇവന്മാർ രണ്ടും സെയിം. 5ന്റെ ഓപ്പോസിറ്റ് 6, 1ന്റെ ഓപ്പോസിറ്റ് 4 അല്ലെ? 5ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, 1ന്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ബാക്കി 3ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ഇനി ഇവിടെ മിച്ചമുള്ള ആരാ? ഇനി ഒരേ ഒരാളെ കണ്ടുപിടിക്കാനുള്ള ആരാ? 2. അപ്പൊ ഉറപ്പായിട്ട് 3ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഡൈസിൽ എന്തേലും ഡൗട്ട് വരാനുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഈസി. സ്റ്റാൻഡേർഡ് ഡൈസ് നോക്കി, നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് നോക്കി. നോൺ സ്റ്റാൻഡേർഡ് ഡൈസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ സെയിം ആണ്, അത് 2 ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പൊ ഇപ്പോ ഇതെന്താ? ഓൺലി 1 ഫേസ് ഈസ് സെയിം അല്ലെ? ഒരാൾ മാത്രം അല്ലെങ്കിൽ ഒരു ഡേറ്റ് മാത്രം സെയിം ആവുമ്പോ എങ്ങനെ ചെയ്യുന്നേ? അപ്പൊ ഇനി രണ്ടാമത്തെ ആള് 2 ഫേസ് സെയിം ആകുമ്പോ എന്ത് ചെയ്യണമെന്നാ? 2 പേര് സെയിം ആകുമ്പോ നോക്കാലോ. 2 ഫേസ് സെയിം ആകുമ്പോ ഓക്കെ നോക്കാം. ഡൈസ 1, 3, 5. 2 പേര് സെയിം. 1, 3, 4. 2 പേര് സെയിം ആണ് അല്ലെ? ആരൊക്കെ സെയിം ആണ്? ഇവിടെ 1ഉം 3ഉം ഇവിടെ സെയിം അല്ലെ? 1ഉം 3ഉം ഇവിടെ ഉണ്ട്. ഇതില് 1ഉം 3ഉം ഇവിടെയും ഉണ്ട്. 1ഉം 3ഉം ഇവിടെയുണ്ട്, 1ഉം 3ഉം ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഓക്കെ, ഓപ്പോസിറ്റ് ടു 5. ഓപ്പോസിറ്റ് ടു 5 ആരാണ്? 5ന്റെ ഓപ്പോസിറ്റ് ആരാണ് എന്നതായിരിക്കും നമ്മുടെ ചോദ്യം. ഓക്കെ, 2 വയസ്സ് അല്ലെ? only 2 are അല്ലെങ്കിൽ only
only two faces are same. Only two faces are same. രണ്ടാമത്തെ കേസ് only two faces are same. അത് ഒരു ഫേസ് മാത്രം സെയിം ആയിട്ട് നമ്മൾ പഠിച്ചു. അടുത്ത് രണ്ട് ഫേസ് സെയിം ആവുമ്പോ ഒന്നും മൂന്നും ഉണ്ട്, ഒന്നും മൂന്നും ഉണ്ട്. രണ്ട് ഫേസ് സെയിം ആണ്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്. അങ്ങനെയാണ് രണ്ട് ഫേസ് സെയിം ആണെങ്കിൽ 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 5ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആരായിരിക്കും? ഇവിടെ വെച്ചുള്ള ആളായിരിക്കും. ആരാ? 4. 5ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഉറപ്പായിട്ടും വെച്ചുള്ള ആളായിട്ടുള്ള 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്? അതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഓക്കെ, നോക്കാലോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1ന്റെ ഓപ്പോസിറ്റ് എന്തായാലും 5ഉം 4ഉം വരാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം 1ന്റെ ഓപ്പോസിറ്റ് എന്തായാലും 5ഉം 4ഉം വരാൻ പോകുന്നില്ല. 3 എന്തായാലും ഇല്ല. 3 എന്തായാലും ഇല്ല. പിന്നെ ഇനി ഏതൊക്കെ നമ്പറേ ഉള്ളൂ? only 2 numbers are there. ഏതൊക്കെയാ? 2 or 6. അപ്പോ 1ന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ വരാം? 2ഉം വരാം, 6ഉം വരാം. നമുക്ക് ഇതിൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാ? 5ന്റെ ഓപ്പോസിറ്റ് ആണ് 4 എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ആരും പറയാൻ പറ്റില്ല. 1ന്റെ ഓപ്പോസിറ്റ് 2ഉം വരാം, 6ഉം വരാം. അടുത്ത് 3ന്റെ ഓപ്പോസിറ്റോ? ഇനിയുള്ള രണ്ട് ഡിജിറ്റ് ഏതൊക്കെയാ? 2ഉം 6ഉം അതല്ലേ ഉള്ളേ. അപ്പൊ 3ന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ വരാം? ഇതേ രണ്ട് ഡിജിറ്റ് വരാം. 2 or 6. ഡൗട്ട് ഇല്ലല്ലോ. 5ന്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഇവൻ കൺഫേം ആണ്. അവൻ ഉറപ്പായിട്ടും അതേ വരുള്ളൂ. 1ന്റെ ഓപ്പോസിറ്റ് പക്ഷെ ഏതൊക്കെ വരാം? 1ന്റെ ഓപ്പോസിറ്റ് 2ഉം വരാം, 6ഉം വരാം. അതുപോലെ 3ന്റെ ഓപ്പോസിറ്റ് 2ഉം വരാം, 6ഉം വരാം. ഇഷ്ടമുള്ള വരാം. അടുത്ത് അപ്പൊ 1ആയി 3ആയി 5ആയി അല്ലെ? അപ്പൊ ഇനി 2ന്റെ ഓപ്പോസിറ്റും 6ന്റെ ഓപ്പോസിറ്റും ഏതൊക്കെ വരാം? 2ന്റെ ഓപ്പോസിറ്റും 6ന്റെ ഓപ്പോസിറ്റും അതറിയുക. ഇതില് കൺഫേം ആയിട്ടുള്ള ആരാ? 5ഉം 6ഉം മാത്രമേ ഇതിൽ കൺഫേം ആയിട്ടുള്ളൂ അല്ലെ? ബാക്കി രണ്ടിലും ഒരിക്കലും കൺഫേം അല്ല. ഏത് വേണമെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ 2ന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ വരാം ഇതില്? ഇപ്പൊ 5ന്റെ ഓപ്പോസിറ്റ് ഇതാണെങ്കിൽ ഇവിടെ 4 വരും അല്ലെ? ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 2 വരാൻ രണ്ടിടത്ത് ചാൻസ് ഉണ്ട്. ഈ ഭാഗത്തും വരാം, അതുപോലെ തന്നെ എവിടെയും വരാം, അടിയിലും വരാം അല്ലെ? 2 ഭാഗത്ത് വരാൻ പറ്റുവാണെങ്കിൽ പിന്നെ ആരാ 2ന്റെ ഓപ്പോസിറ്റ് വരാനുള്ളത്? 1ഉം വരാം ഓർ 3ഉം വരാം. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ വരുമെന്ന്. ഏതൊക്കെ വരാം? 1ഉം വരാം, 3ഉം വരാം. അങ്ങനെയാണെങ്കിൽ 6ന്റെ ഓപ്പോസിറ്റോ? 6ഉം ഇവിടെയും വരാം, ഇവിടെയും വരാം. അങ്ങനെയാണെങ്കിൽ 6ന്റെ ഓപ്പോസിറ്റ് വരാനുള്ള ആരൊക്കെയാ? 1 or 3 അറിയുക. ഇത്ര ആൾക്കാരെ കറക്റ്റ് ആയിട്ട് അറിയുക. ഓക്കെ, ആരുടെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് ആരൊക്കെ വരുന്നത്. അപ്പൊ 2 പേര് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതിൽ ആരൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വരാം? ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, മിച്ചമുള്ളതാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലെ? ഡൈസിനെ പറ്റിയുള്ള ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ക്ലിയർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഡൈസിന്റെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.